തൃശ്ശൂർ നഗരത്തിനെ കോഴിക്കോട് നഗരമായിട്ടും പാലക്കാട് നഗരമായിട്ടും എറണാകുളം നഗരമായിട്ടും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളെല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ ഡാമുകളൊക്കെ തുറന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ റോഡുകളെല്ലാം ഒരേ സമയം തുറന്ന് പൊളിച്ചിട്ടേക്കുക. ഞാൻ തൃശ്ശൂരിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വിദ്യാലയം, ജോലി ചെയ്യുന്ന സ്ഥാപനം. ഇന്ന് അപകടം ഉണ്ടായിട്ടുള്ള MG റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം, അതായത് പടിഞ്ഞാറ കോട്ടയ്ക്ക് ഇപ്പുറമായിട്ട് സിവിൽ ലൈൻ റോഡുണ്ട്. അവിടെ NSSൻ്റെ സ്കൂളിൻ്റെ മുൻവശത്തായിട്ട് ഈ തിങ്കളാഴ്ച ഒരു വലിയ ഗർത്തം, റോഡിൻ്റെ നടുക്കിൽ തന്നെ ഒരു വലിയൊരു ഗർത്തം ഉണ്ടായി. അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തള്ളി വരുന്നുണ്ടായിരുന്നു തിങ്കളാഴ്ച കാലത്ത്. അവിടെ ഒരു ചെറിയ തൂപ്പൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ചുവന്ന നിറത്തിലുള്ള ഒരു ചെറിയ ഡിവൈഡറോ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച ഞാൻ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും അവിടെ അതുമാത്രമാണ് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ചയും അതുപോലെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ബുധനാഴ്ച, ഈ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച മാത്രമാണ് കാലത്ത് നോക്കുമ്പോൾ അവിടെ കുറച്ച് പണികളും മറ്റുള്ള കാര്യങ്ങളും. അവിടെ പോലും സന്ധ്യ നേരത്ത് അപകടം ഉണ്ടാവും. കൃത്യമായിട്ട് ഒരു തടസ്സം. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അയ്യന്തോൾ കളക്ടറേറ്റ്. മിക്ക ഉദ്യോഗസ്ഥരും അതിലെ യാത്ര ചെയ്യുന്നവരാണ്. അവരെല്ലാം കാണുന്നതാണ് ഈ ഗർത്തും കുഴിയും. 3 ദിവസമായിട്ട് അതുണ്ടായിട്ട് ആദ്യത്തെ 2 ദിവസവും ഈ അധികാരികൾ ഇത് നോക്കി നിൽക്കുകയല്ലാതെ അനങ്ങിയിട്ടില്ല. അവിടെ ഒരു അപകടം ഉണ്ടായില്ല എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് പുറനാട്ടുകരയുള്ള വിദ്യാലയത്തിലേക്ക് എത്താറുള്ളത്. ഇപ്പോൾ അത് 1.5 മണിക്കൂർ വേണം. ഇപ്പോൾ അരമണിക്കൂറൊക്കെ സ്കൂളിൽ കുട്ടികൾക്ക് സമയം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്കൊന്നൊക്കെ ഫസ്റ്റ് പീരീഡ് കഴിയുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ ബ്ലോക്കാണ്. ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവരുടെ യാതൊരു വ്യവസ്ഥയില്ലാത്ത പണികൾ കൊണ്ടാണ്. മുതുവറ തൊട്ട് ശോഭ സിറ്റി വരെ 2 വർഷം മുമ്പ് കോൺക്രീറ്റ് ടൈലുകൾ ഇട്ടിട്ട് വളരെ നല്ല ഒരു സൗകര്യം ഉണ്ടായിരുന്ന റോഡാണ്. നമ്മൾ കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോകുമ്പോൾ വൈകുന്നേരം നോക്കുമ്പോൾ ആ റോട്ടിൽ JCB നിൽക്കണു, പൊക്കിളി നിൽക്കണു. അവരതൊക്കെ പൊളിച്ചു മാറ്റുകയാണ്. അവിടെ എന്തിനാണിത് പൊളിക്കണേ? നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇതിപ്പം എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് ആ റോഡ് പൊളിക്കുകയാണ്. അതിൻ്റെ നമുക്കൊരു വേറൊരു ബദൽ റോഡോ ബദൽ സംവിധാനമോ ഒന്നും ഒരുക്കാതെയാണ് ഈ റോഡ് പൊളിക്കൽ അവരവിടെ നടത്തുന്നത്. ഇത്രയധികം ഗുരുവായൂർ പോലെയുള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഉള്ള വഴിയാണ്. ഒരുപാട് ശബരിമല ഭക്തർ അതിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇതൊന്നും അവിടെ ബാധകമല്ല. ഇവിടെ വരുന്നവർ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിലാണ്. അതുമാത്രമല്ല, തൃശ്ശൂർ നഗരത്തിനെ കോഴിക്കോട് നഗരമായിട്ടും പാലക്കാട് നഗരമായിട്ടും എറണാകുളം നഗരമായിട്ടും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളെല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ ഡാമുകളൊക്കെ തുറന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ റോഡുകളെല്ലാം ഒരേ സമയം തുറന്ന് പൊളിച്ചിട്ടേക്കുക. ഈ റോഡുകൾ മാത്രമല്ല, ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിലെ ഈ പുഴയ്ക്കൽ ഭാഗത്തേക്ക് കുന്നംകുളം ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് തൃശ്ശൂർക്ക് കടന്നു വരാൻ കുറ്റൂർ വഴിയുണ്ട്. ആ റോഡുകളും പൊളിച്ചിട്ടേക്കുക. എന്നുള്ളതാണ് തൃശ്ശൂരുകാർ പറയുന്നത്. എന്തായാലും ഇന്നൊരു അപകടം ഉണ്ടായി, അതാണ് ഏറ്റവും ദാരുണമായ കാര്യം. അതിന് കാരണമായ അത് മാത്രമല്ല ഒരു കുഴിയുമാണ്. ശരി, ഞാൻ വരാം.